ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 2ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ തജ്വീദുൽ ഖുർആനിലെ 11ാമത്തെ സൂറത്തായ സൂറത്തുൽ ഫീലുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ സൂറത്തുൽ ഫീൽ, അപ്പോൾ അതിൻ്റെ ഉസ്താദ് ഓതുന്നതിൻ്റെ വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ എല്ലാവരും നന്നായി മനസ്സിലാക്കി പഠിക്കാം. നന്നായി അക്ഷരങ്ങളൊക്കെ ഉസ്താദ് പറയുന്നത് പോലെ കറക്റ്റാക്കി വെളിവാക്കി ഉച്ചരിക്കാം. സൂറത്തുൽ ഫീൽ. സൂറത്തുൽ ഫീൽ എന്താ? ഫീൽ എന്ന് പറഞ്ഞാൽ ഫീൽ ആന അല്ലേ? ആന. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ وأرسل عليهم طيرا أبابيل ترميهم بحجارة من سجيل فجعلهم كعصف مأكول. തുടക്കം നോക്കി. അലം തറ. എങ്ങനെ? അലം തറ. അലം ഈമല്ലേ? കുറേ ആളുകൾ അലന്തറ ഒന്ന് അലന്തറ കൈഫ. യാ റബ്ബ് 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 എന്ത് ചെയ്യണം അല്ലേ? അലം തറ. അലം തറയല്ല. തറ നമ്മൾ വീടിനും മറ്റൊക്കെ ഉണ്ടാക്കുന്ന ഒരുപാട് തറകളുണ്ട്. തറകൾ മലയാളത്തിൽ നമ്മൾ പറയുന്ന തറ അലം തറ, അത് തറ ഓത്താണ്. പാടില്ല. അലം തറ. അവിടെ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യങ്ങളുണ്ട്. റ എന്നതിനെ നമ്മൾ വായ നിറച്ച് തൊടിപ്പിച്ച് പറയാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ത എന്നുള്ളത് തോ ആകും. എന്നിട്ട് അലം തൊറ. യാ റബ്ബ്. തൊറയല്ല, പിന്നെയോ ചെറ. ഓക്കെ. അലം ചെറ. കൈഫ ഫഅല റബ്ബുക റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ. അസ്ഹാബ് എന്നുള്ളതിൻ്റെ പ്രത്യേകത നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അസ്ഹാബുൻ എന്നുള്ളതിൽ സാദിന് പകരം സീനു പറഞ്ഞാൽ എന്തായി പോകും? ആളുകൾ എന്നതു മാറി കാർമേഘം എന്നാകും സീന് പറഞ്ഞാൽ. അപ്പോൾ അസ്ഹാബ് എന്ന് പറഞ്ഞാൽ ആളുകൾ എന്നാണ് അർത്ഥം. അസ്ഹാബ് എന്ന് പറഞ്ഞാൽ കാർമേഘം എന്നാണ് അർത്ഥം. കേട്ടോ? ബി അസ്ഹാബിൽ ഫീൽ അലം യജ്അൽ. അവിടെയും അല യജ്അൽ അല്ല, അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ. ഓക്കെ. പിന്നെയോ വഅർസല അലൈഹിം ഓക്കെ. വഅർസല അലൈഹിം طيرا أبابيل. طيرا أبابيل. طيرا نبابيل എന്നല്ല, طيرا أبابيل ترميهم بحجارة من سجيل. اوكي. ترميهم بحجارة من سجيل. ترميهم ഹിജാറത്തിൻ മിൻ സിജിൽ. ധാരാളം നിയമങ്ങൾ. ഫജഅലഹും കഅസ്ഫിൻ. ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ. ഒപ്പം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ألم تر كيف فعل ربك بأصحاب الفيل ألم يجعل كيدهم في تضليل وأرسل عليهم طيرا أبابيل ترميهم بحجارة من سجيل فجعلهم كعصف مأكول. നമുക്കതിൻ്റെ നെക്ര വായിക്കാനുള്ള ഭാഗമാണ്. അപ്പോൾ അത് നന്നായി വായിച്ച് മനസ്സിലാക്കാം. എന്നിട്ട് നമുക്ക് ഈ ഓരോ വേർഡ്സുകളും സൂറത്തിൽ നോക്കിയിട്ട് കണ്ടെത്തിയിട്ട് അക്ഷരങ്ങൾ മനസ്സിലാക്കി ഓതണം.
അപ്പോൾ ഇവിടെ എന്താ വന്നത്? ബി അസ്ഹാബിൽ ഫീൽ, ബി അസ്ഹാബിൽ ഫീൽ, ഫി തളീൽ, ഫി തളീൽ, ത്വയ്റൻ അബാബീൽ, ത്വയ്റൻ അബാബീൽ, തർമീഹിം ബിഹിജാറത്തിം, ബിഹിജാറത്തിം മിൻ സിജ്ജീൽ, ബിഹിജാറത്തിം മിൻ സിജ്ജീൽ, കഅസ്ഫിം മഅകൂൽ, കഅസ്ഫിം മഅകൂൽ. അപ്പോൾ അതൊക്കെ നന്നായി മനസ്സിലാക്കി വായിക്കാൻ പഠിക്കുക. അടുത്ത നമ്മളിവിടെ ലോദ് കണ്ടെത്തി അടയാളം ഇടണം. ഇവിടെ ഐരിൽ മൗലൂബി, ഇവിടെയാണ് ലോദ്, മനസ്സിലായില്ല? അപ്പോൾ ചേർത്ത് എഴുതുമ്പോൾ ലോദ് എഴുതിയത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക. വലാ യഹുല്ലു, ഇവിടെ അവസാനം വന്നു. റളിയല്ലാഹു, രണ്ടാമത്തെ അക്ഷരം വന്നു. ഫി ഈശത്തി റാളിയ, ലി, ഫി ഈശത്തി റാളിയ, ഇവിടെ ഇവിടെ വന്നിട്ടാ. വളിരിബ് ലഹും, ല്, മനസ്സിലായില്ല? വല്ലുഹ, ഇവിടെ വന്നു. ലോല്ലം ഫഹദ, ഇവിടെ വന്നു. വളറബ ലനാ, ലോ, യളുൽന, യളുൽന, രണ്ട് ലോദുകൾ വന്നു, മനസ്സിലാക്കുക. അപ്പോൾ ഇതൊക്കെ അണ്ടർലൈൻ ചെയ്യട്ടോ. പിന്നെ താഴെ സൂറത്തിൽ ഇതുപോലെ ലോദ് നമുക്ക് കണ്ടെത്തി അടയാളപ്പെടുത്തണം. എന്നിട്ട് എണ്ണീട്ട് നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് എഴുതാം അല്ലേ? അപ്പോൾ നമുക്ക് പെട്ടെന്ന് പറയാം സൂറത്തിൽ ഇത്ര ലോദ് ഉണ്ട്, നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും പഠിക്കുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാക്കി കണ്ടെത്താൻ കഴിയും. അപ്പോൾ വല്ലുഹ, ഇവിടെ ഒന്ന് വന്നു, മനസ്സിലാക്കുക. പിന്നെ ഇവിടെ വന്നത്, ഇവിടെ ഇവിടെ ഉണ്ടോ നോക്കുക. ഞാൻ കാണാത്തത് നിങ്ങൾ കണ്ടിക്കുകയാണെങ്കിൽ അടയാളപ്പെടുത്തട്ടോ. ഇവിടെ ഉണ്ട്. പിന്നെ ലോലൻ ഇവിടെ ഉണ്ട്. പിന്നെ എവിടെയാണ്? ഞാൻ വേറെ കണ്ടിട്ടില്ല. നിങ്ങളാരെയും കണ്ടെത്തുകയാണെങ്കിൽ അവിടെയും കൂടി അണ്ടർലൈൻ ചെയ്തിട്ട് എണ്ണീറ്റ് ഇവിടെ എഴുതുക കേട്ടോ. അപ്പോൾ എത്രയാണ് സൂറത്തുൽ ഫീല് മനസ്സിലാക്കി പഠിക്കേണ്ടത്. തജ്വീദ് അതിൽ ഓരോ വേർഡ്സുകളും വായിച്ച് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ കൂടെ ബി അസ്ഹാബിൽ ഫീൽ എന്നുള്ളത് എവിടെയാണെന്ന് ചോദിക്കുക. അപ്പോൾ ഇവിടെ കുട്ടി ബി അസ്ഹാബിൽ ഫീൽ എന്നത് നമുക്ക് കാണിച്ചു തരണം, മനസ്സിലായില്ലേ? അതുപോലെ ക അസ്ഫിം മഅകൂൽ, അപ്പോൾ കുട്ടിതാ ഇവിടെ ഉണ്ട് ക അസ്ഫിം മഅകൂൽ. അപ്പോൾ അത് മനസ്സിലാക്കി കാണിച്ചു തരാൻ രീതിയിൽ കുട്ടികൾ അക്ഷരം നോക്കി മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ ഇന്നത്തെ ഈ വോയിസ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.